നമസ്കാരം. ചേവായൂരിൽ സംഭവിച്ചതുപോലുള്ള അട്ടിമറി ഇനി മറ്റേതെങ്കിലും സഹകരണ ബാങ്കിൽ ആവർത്തിച്ചാൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മാലപ്പടക്കം പോലെ തകരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നറിയിപ്പ് നൽകി. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടായാൽ ബാങ്കുകളിൽ നിന്നും നിക്ഷേപിച്ച പണം കോൺഗ്രസ് അനുഭാവികൾ കൂട്ടത്തോടെ പിൻവലിക്കും. അങ്ങനെയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനും CPM-നും മാത്രമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് അട്ടിമറിയിൽ പ്രതിഷേധിച്ചുള്ള കോൺഗ്രസിന്റെ കമ്മീഷണർ ഓഫീസ് മാർച്ച് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. നേരത്തെ ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ അക്കൗണ്ടുകളിൽ നിന്നും കോൺഗ്രസ് അനുഭാവികൾ വ്യാപകമായി പണം പിൻവലിച്ചത് ബാങ്കിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരുന്നു. എന്നാൽ അത് തങ്ങളുടെ നിർദ്ദേശപ്രകാരമല്ലെന്നും നിക്ഷേപകർ സ്വന്തം നിലയിലെടുത്ത വൈകാരികമായ തീരുമാനമാണ് എന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പുതിയ പ്രഖ്യാപനത്തോടെ നിക്ഷേപകരുടെ പണം പിൻവലിക്കൽ നടപടി സാധൂകരിക്കപ്പെട്ടിരിക്കുകയാണ്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പോലീസ് സഹായത്തോടെ അട്ടിമറിച്ചു എന്നാരോപിച്ചാണ് കോൺഗ്രസ് കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 മണിക്കൂറോളം പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പോലീസിന് നേരെ കല്ലേറുമുണ്ടായി. DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസ് ബസ്സിന് മുന്നിലും പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹമായിരുന്നു കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. കേരളത്തിൽ തന്നെ ഒന്നാംകിട സഹകരണ ബാങ്കുകളിൽ ഒന്നായി പ്രവർത്തിച്ചു വന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPM-നൊപ്പം മത്സരിച്ച കോൺഗ്രസ് വിമതർ അധികാരം പിടിച്ചെടുത്തിരുന്നു. ജില്ലയ്ക്ക് അകത്തും പുറത്തും നിന്നും മെമ്പർമാരല്ലാത്ത ആയിരക്കണക്കിന് ആളുകളെ പോളിംഗ് സ്റ്റേഷനിൽ പുലർച്ചെ 3 മണിയോടെ വരി നിർത്തുകയും യഥാർത്ഥ വോട്ടർമാർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പോലുമാവാത്ത വിധം സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്ത CPM-ന്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ നടപടിക്ക് ACP ഉമേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വേണ്ട ഒത്താശ ചെയ്തു എന്നാരോപിച്ചാണ് കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ചേവായൂർ ബാങ്കിൽ നടന്ന ജനാധിപത്യ ധ്വംസനത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് കമ്മീഷണർ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. സഹകരണ രംഗത്ത് ഇരു മുന്നണികളും പുലർത്തിപ്പോന്ന പരസ്പര സഹകരണം CPM ഏകപക്ഷീയമായി കളഞ്ഞുകുളിച്ചു എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ആ സഹകരണം ഇനി തുടരില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഇത് കേരളത്തിലെ സഹകരണ രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നുറപ്പാണ്.